രണ്ട് കാര്യങ്ങൾക്ക് കൊണ്ട് ഇന്ന് സന്തോഷത്തിന്റെ സുദിനം. ഏറെ നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു ഈ സ്കൂളിന് സ്വന്തമായിട്ടൊരു കർട്ടൻ എന്നുള്ളത്. കുറേ വർഷങ്ങൾ കൊണ്ട് ചില പ്രോഗ്രാമുകൾക്കൊന്നും കർട്ടൻ ഇല്ല. എന്നാൽ ആനിവേഴ്സറിക്ക് മാത്രമേ ഒരു കർട്ടൻ വാടകയ്ക്ക് എടുക്കൂ. അതായത് 2 വർഷമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചു, ദൈവമേ ഒരു കർട്ടൻ, ഇതൊന്ന് നമ്മുടെ സ്കൂളിൻ്റെ പേരെഴുതിയ ഒരു കർട്ടൻ ഇവിടെ ഇടാൻ പറ്റണേന്ന് പലരെയും സമീപിച്ചു. പക്ഷേ ആ ഗ്രൗണ്ടിൻ്റെ പണിയും ഇങ്ങനെ പലതും ഒക്കെ വന്നപ്പോഴത്തേക്കും ഒരു രക്ഷയുണ്ടായില്ല. എന്നാൽ ദൈവം തമ്പുരാൻ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ്. ഒരിക്കൽ പോലും പറഞ്ഞിട്ടുള്ള ഒരാഗ്രഹങ്ങളും ഇതുവരെയും മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല. സാക്ഷ്യത്തോടുകൂടി നിൽക്കുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് റിട്ടയർ ആയിപ്പോയ എലിസബത്ത് ജെസ്സി ടീച്ചർ കഴിഞ്ഞ ആഴ്ചയിൽ ടീച്ചറിൻ്റെ പെൻഷനകത്തുനിന്ന് ഒരു വിഹിതം സ്കൂളിന് തന്നപ്പോൾ ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഒരു കൂട്ടായ തീരുമാനം, എന്നാൽ നമ്മുടെ ഒരു ആഗ്രഹം നടക്കട്ടെ. അങ്ങനെയാണ് ഈ കർട്ടൻ ഇവിടെ യാഥാർത്ഥ്യമായത്. എലിസബത്ത് ജെസ്സി ടീച്ചറിനെ ദൈവം തമ്പുരാൻ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആദരവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ റോബി ടീച്ചറാണ്. റോബി ടീച്ചർ വളരെ ആത്മാർത്ഥതയോടും ഏൽപ്പിച്ച ജോലി വളരെ കൃത്യതയോടും സത്യസന്ധതയോടും കൂടെ ടീച്ചർ നിർവഹിച്ചു എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന ഒന്നാണ്. സെൽഫ് ഫിനാൻസിങ് സ്കൂൾ ആയതിനാൽ യാതൊരു പ്രതിഫലവും കുട്ടികൾക്കോ ANO ആയ ടീച്ചറിനോ ലഭിക്കുന്നില്ല. എന്നിരുന്നിട്ടും കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി NCC ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോഴെല്ലാം തന്നെ അത് അവധി ദിവസമാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങളോ ഒന്നും വകവെക്കാതെ കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ടീച്ചർ അതെല്ലാം അപ് ടു ഡേറ്റ് ആയി ചെയ്തു കൊടുക്കുകയും കുഞ്ഞുങ്ങളെ വേണ്ടി അവധി ദിവസങ്ങൾ പോലും എത്ര കഷ്ടപ്പെടാനും തയ്യാറായി അവരെ നേർവഴിക്ക് നടത്തുവാൻ ടീച്ചർ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. ടീച്ചറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നല്ലൊരു യൂണിറ്റ് എന്നൊരു പേരെടുക്കുവാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. എവിടെയും ടീച്ചറിൻ്റെ ഒരു വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ മാതൃകയാണ്. ടീച്ചറിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത്ര കൃത്യമായിട്ട് അവിടെ പരേഡ് നടത്തുവാൻ ഒരു പ്രയാസമില്ല. കാരണം സാധാരണ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ NCCക്കൊക്കെ ആണെങ്കിൽ അവിടുന്ന് ഈ സ്റ്റാഫിനെ ബറ്റാലിയൻ നയിക്കും. നമുക്ക് അതുമില്ല. നമ്മൾ ഒരു വളരെ സാറിന് എത്ര സന്തോഷത്തോടെ, എത്ര അർപ്പണ മനോഭാവത്തോടെ, പലപ്പോഴും ഞാൻ സാറിനെ കണ്ടിട്ട് കാരണം ഈ സാറിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാറ്റവും കൂടാതെ, ഒരു അണുവിട ചലിക്കാതെ നിയമത്തെ കർശനമാക്കി ഈ കേഡറ്റ്സ് എവിടെ ചെന്നാലും അവരുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ അതവർക്ക് ഒത്തിരി ഗുണം ചെയ്യും.
അത് ജീവിതകാലം മുഴുവൻ അവർക്ക് ഗുണം ചെയ്യട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനീഷ് സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക പ്രിൻസിപ്പൽ ടീച്ചർ, അഡ്വൈസറി ബോർഡ് അംഗവും ചർച്ച് വാർഡനുമായിരിക്കുന്ന മിസ്റ്റർ പി കെ കോശി, PTA പ്രസിഡന്റ് സുനിൽ സാർ, നമ്മുടെ വാർഡ് മെമ്പർ, ഇന്ന് 23 കേഡറ്റ് NCC സ്റ്റുഡൻസ്, അവരെ അഭ്യസിപ്പിക്കുന്ന അനീഷ് കുമാർ സാർ ആൻഡ് റോബി ടീച്ചർ, PTA അംഗങ്ങൾ, പേരൻസ്, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട്. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാകണം. ഈ CMS ഹൈസ്കൂളിൽ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ഒത്തിരി ഡ്രീംസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത്. അതിന്റെ പിന്നിൽ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു, ഒത്തിരി അതിനുവേണ്ടി പരിശ്രമിച്ചു. അതിൻ്റെ പൂവണിഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. ഒരു കർട്ടൻ വേണമെന്ന് ആഗ്രഹിച്ചു, അത് ഇവിടെ സാക്ഷാത്കരിച്ചു. അത് മാത്രമല്ല, NCC എന്ന് പറയുമ്പോൾ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒരു അനുഭവമാണ്. ഡിസിപ്ലിൻ ലൈഫിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ്. സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി പരിശ്രമിച്ച എല്ലാ ടീച്ചേഴ്സിനും, പ്രത്യേകിച്ച് ഹെഡ് മിസ്റ്റേഴ്സിനും ആദ്യമേ തന്നെ എൻ്റെ കൂപ്പുകൈ. എന്നെ ഈ ആശംസ അറിയിക്കാനായിട്ട് വിളിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മിഡിൽ സ്കൂളിൽ ഇതുപോലെ NCC കേട്ടിട്ട് പോലുമില്ല. സ്കൗട്ടും ഗൈഡ്സും ഒക്കെ അന്നുണ്ടായിരുന്നു. എന്നാൽ ഹൈസ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും NCC ഇല്ലായിരുന്നു. NCCയോട് എനിക്ക് വലിയ താല്പര്യമായിരുന്നു. ഞാൻ തിരുത്തിക്കാട് BIM കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ NCC ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ചേർന്നു. ആഴ്ചയിൽ 2 ദിവസം പരേഡ് ഉണ്ടാവും. പരേഡൊക്കെ കഴിയുമ്പോഴത്തേന് ഈ നല്ല ബോണ്ട, അത് കഴിഞ്ഞ് നമ്മുടെ ഏത്തയ്ക്ക പൊരിച്ചത്, ഇതൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നു. ആ അനുഭവങ്ങളൊക്കെ ഞാൻ വളരെ ഇഷ്ടപ്പെടുകയും വളരെ അതിനുവേണ്ടി സിൻസിയറായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അതിനുശേഷം ബിലായിൽ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അവിടെയും NCC ഉണ്ടായിരുന്നു. ഞാൻ അതിനും ജോയിൻ ചെയ്തു. അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ എഫേർട്സ് ആയതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്, വളരെ സിൻസിയറായി, വളരെ സ്ട്രിക്റ്റായിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്തു. എനിക്കും C സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് സാധിച്ചു. ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും, അല്ലെങ്കിൽ ചിലർ ചോദിച്ചെന്നിരിക്കും. ഒന്നാമത്തെ പ്രയോജനം, ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കുവാനായിട്ട് ഇത് ഒരു മുഖാന്തരമാകുന്നു. രണ്ടാമത്തേത് ഡിസിപ്ലിൻ. നമ്മുടെ ജീവിതത്തിൽ ഏത് രംഗത്ത് പോയി കഴിഞ്ഞാലും ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതായ ഡിസിപ്ലിൻ, അത് അവരെ മുന്നോട്ട് കൊണ്ടുപോകും. അത് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, എന്നാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അപ്പം ഡിസിപ്ലിൻ. മൂന്നാമത്തേത് ഒബീഡിയൻസ് ടു ഇൻസ്ട്രക്ഷൻസ്. നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇതിനു വേണ്ടി ബന്ധപ്പെട്ട ആര് നമുക്ക് നന്മയ്ക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞാലും അത് നമുക്ക് ഉൾക്കൊള്ളുവാനും
പ്രാവർത്തികമായി അത് ലൈഫിലേക്ക് കൊണ്ടുവരുവാനുമായിട്ടുള്ള ഒരു ത്വര, ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മുടെ പേരൻസ് ആശംസകൾ അറിയിക്കുന്നതിനായി PTA പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുനിൽകുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ സ്വാഗതം പറഞ്ഞ പ്രിൻസിപ്പൽ ടീച്ചർ, അധ്യക്ഷ പ്രസംഗം നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ, ആശംസകൾ നൽകാൻ ഇവിടെ എത്തിച്ചേർന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രതിനിധി ശ്രീ PK കോച്ചി സാർ, നന്ദി അറിയിക്കുന്ന ശ്രീമതി ആനി M ജോസഫ് ടീച്ചർ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട പേരൻസ്, ഇവിടെ വന്നുചേർന്നിരിക്കുന്ന PTA കമ്മിറ്റി അംഗങ്ങൾ, PTA വൈസ് പ്രസിഡന്റ് സുജി അനീഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റേച്ചൽ മാത്യു, മറ്റ് രക്ഷകർത്താക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ 23 NCC കേഡറ്റ്സിൻ്റെ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉപായം എന്ന് പറയുന്നത് അവരെ ഈ രീതിയിൽ നല്ല ഒരു ഉഷാറാക്കിയെടുക്കാൻ അവരുടെ പേരൻസ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു നല്ല കാര്യമാണ്. ഇന്നത്തെ ദിവസം അവരെ കൂടെ ഇവിടെ എത്തിച്ചതിൽ വളരെ സന്തോഷം. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അവരുടെ ആ രീതിയിൽ ശിക്ഷണം നൽകിയ, ആ രീതിയിൽ അവരെ ട്രെയിനിങ് നൽകിയ നമ്മുടെ അനീഷ് സാറിന് ആദ്യം തന്നെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റോബി ടീച്ചറുടെ ഒരു നല്ലൊരു പ്രയത്നം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ മുതൽ ഞാൻ കാണുന്നതാണ്. ടീച്ചറാണ് എൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം. ടീച്ചറുടെ അധ്വാനം, ആ ഒരു കഠിനാധ്വാനം ഒക്കെ നമ്മളെ നേരിൽ കണ്ടതാണ്. ടീച്ചർക്ക് സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. അനീഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. കേഡറ്റ്സുകളെയും സ്വാഗതം ചെയ്യുന്നു. കേഡറ്റ് ആദിശ്രീ S നായർ, കേഡറ്റ് അനിത സാർ, അലീന സാർ, കേഡറ്റ് അൽഫോൻസ ടോക്കോ, കേഡറ്റ് അമൃത സർ, പുരസ്കാരങ്ങൾ നൽകുന്നതിനായി HM പ്രിൻസിപ്പൽ ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കണം. PTA പ്രസിഡന്റ് സുനിൽകുമാർ സാറിനെ ക്ഷണിക്കുന്നു. കേഡറ്റ് അനിത സാറിനെ, കേഡറ്റ് സെബിൻ സജി,
PK കോച്ച് സാറിനെ സ്വാഗതം ചെയ്യുന്നു. Next cadet Jimmy G. Benny. Cadet Joel Jones. Sean George. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, PTA മെമ്പേഴ്സ്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, അനധ്യാപകരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മുണ്ടേപ്പള്ളി CMS സ്കൂളിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും അഭിമാനകരമായ നിമിഷമായിരുന്നു കടന്നുപോയത്. രണ്ട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഒന്ന്, സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിന് ഒരു കർട്ടൻ വേണമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, NCC എന്ന് പറയുന്ന ആ യൂണിറ്റ് സ്കൂളിൽ ഉണ്ടാകണമെന്നുള്ളത്. രണ്ടും ഈ ഒരു നിമിഷത്തിൽ അത് പൂർണ്ണമായി കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ബാച്ച് NCC ആണ് ഇപ്പോഴിവിടെ പുറത്തേക്ക് വരുന്നത്. ആദ്യമായി ഇതിന്
സഹായിച്ച ഈശ്വരനോട് നന്ദി അർപ്പിക്കട്ടെ. പ്രധാനമായും ഈ ഒരു കർട്ടൻ ഇവിടെ ഉയർന്നത് മുൻ ടീച്ചറായിരുന്ന കഴിഞ്ഞ വർഷം വരെ ഇവിടെ പഠിപ്പിച്ച എലിസബത്ത് ജസ്റ്റിസ് ടീച്ചറിന്റെ ശ്രമഫലമായിട്ടാണ്. ആദ്യമേ തന്നെ ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിച്ചത് നമ്മുടെ ലോക്കൽ കറസ്പോണ്ടന്റ് ആയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോൺസൺ അലക്സാണ്ടർ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും ആദരവോടെ നന്ദി അറിയിക്കുന്നു. സാറിന്റെ ശ്രമഫലമായിട്ടാണ് ഇന്നിവിടെയുള്ള ഈ NCC കേഡറ്റ്സിന് കൊടുക്കാനുള്ള മെമന്റോ തയ്യാറായത്. PTA മെമ്പേഴ്സിന്റെ എല്ലാം ഇവിടെ ശ്രമഫലമായി നടത്തിയ ഒരു പ്രവർത്തനമാണ്. സാറ് സ്കൂളിൽ എത്തിയ വർഷം മുതൽ എല്ലാ കാര്യങ്ങളിലും സ്കൂളിന്റെ കാര്യങ്ങളിലെ ചുമതലകൾ വളരെ നല്ലവണ്ണം നിർവഹിക്കുന്നു. സാറിനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കട്ടെ. അതുപോലെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധിയായിട്ട് പങ്കെടുത്ത PK കോശി സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ടീച്ചർ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും കരുതലോടെ, എല്ലാ ആവശ്യങ്ങളിലും കരുതലോടെ ഇടപെടുന്നു. ഈ ഒരു മീറ്റിംഗിന്റെ സംഘാടകയും ടീച്ചർ തന്നെയാണ്. ടീച്ചറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. വന്നു ചേർന്നിട്ടുള്ള എല്ലാ PTA മെമ്പേഴ്സും, PTA കമ്മിറ്റി അംഗങ്ങൾ, ഒരിക്കൽ കൂടെ അവർക്ക് ഈ ഒരു ഉപഹാരം ഇവിടെ കൊടുക്കുവാൻ ഇടയാക്കിയത് അവരുടെ വലിയ ശ്രമഫലമാണെന്ന് പറഞ്ഞു. അതിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. PTA കമ്മിറ്റി മെമ്പേഴ്സായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും, അതുപോലെ തന്നെ നമ്മുടെ കവിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുന്ന റേച്ചൽ മാത്യു അവരുകളുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി ഈ ഒരു സമയത്ത് അറിയിക്കട്ടെ. നമ്മുടെ കേഡറ്റ്സിന്റെ മാതാപിതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അധ്യാപകര്, അനധ്യാപകര്, അതുപോലെ ഈ കുഞ്ഞുങ്ങൾ എല്ലാവരോടും ഈ ഒരു മീറ്റിംഗിന്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കട്ടെ.